ആയിരക്കണക്കിന് ആളുകൾ ഇന്നിപ്പോൾ ഒരു പത്രം 10,000 എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. 10,000 അല്ല, അതിലധികം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പറയുന്നത്. തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റേണ്ട ഒരു കാര്യം. 1,600 രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന പെൻഷൻ പദ്ധതി ഏതാണ്ട് 11,000 കോടി രൂപയാണ് ഗവൺമെൻറ് അതിനു വേണ്ടി ചിലവാക്കുന്നത്. ആ പദ്ധതിയിൽ കൈയിട്ട് വാരാനുള്ള ശ്രമം ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. അല്ല, അതിന് ശേഷം മാത്രമല്ല, അതിൻ്റെ മുമ്പും ഇതിലുണ്ട്. പല പ്രാവശ്യം പരിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ എല്ലാ പരിഷ്കരണവും നടത്തിയിട്ട് അവസാനം നോക്കുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന പോലെ 1,400-ലധികം ജീവനക്കാർ തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ഥിതി ഉണ്ട്. അല്ലല്ല, പാർട്ടിയുടെ വിലയിരുത്തലല്ല, ഞാൻ പത്രത്തിൽ കണ്ടു എന്ന് പറയണ്ട പറഞ്ഞത്. ഇനി പാർട്ടി ഇത്രയേ കണ്ടിട്ടുള്ളൂ എന്ന് ഇവനെ പറയണ്ട, അതിലും അധികമായിരിക്കുന്ന എൻ്റെ വിചാരം. കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, 10,000 എന്ന് പറയുന്നത് ഇന്ന് ഒരു പത്രത്തിൻ്റെ ബാനർ ഹെഡിങ് കണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 1,400 അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ കണക്കിൻ്റെ അകത്ത് 4 കുറഞ്ഞ് 10 കൂടി പോയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് പെൻഷൻ വാങ്ങുന്നവരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലാത്ത രീതിയിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രവണത തന്നെയാണ്. ആര് ആപേക്ഷികമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണോ എന്നല്ലേ പച്ച മലയാളം? ചിലപ്പോൾ ആയിരിക്കും, സാധ്യതയുണ്ട്. അതും തള്ളിക്കളയണ്ട. പക്ഷേ ഇനി അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് അനർഹർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള വാർത്ത നാളെ കൊടുക്കണ്ട. അതാണല്ലോ നമ്മൾ ഒരു ദുര്യോഗം.